ഹലോ കൂട്ടുകാരെ, ഇന്നൊരു റവ ലഡുവിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ച് വരാം. അതിന് ഇതേപോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ അതായത് തീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞോ, സ്റ്റൗവിൻ്റെ മീഡിയം ലെവലാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കളർ മാറും റവൻ്റെ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ മീഡിയം ലെവലിൽ തീയാക്കി വയ്ക്കാം. പിന്നെ കരിയാതെ വേണം വറുത്തെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, കളറ് മാറരുതേ. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് മറക്കണ്ട. അപ്പോൾ ഒരു 4 മിനിറ്റ് മതി കേട്ടോ അതൊന്ന് റെഡിയാകാൻ. അപ്പോൾ ഇപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവ വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി 1 കപ്പ് പഞ്ചസാര. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം വേണ്ട വെച്ചാൽ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ എന്താണ്, 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും കുറയ്ക്കണം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര എടുക്കണമെങ്കിൽ ഈ പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. പഞ്ചസാര അലിഞ്ഞ് നല്ലതുപോലെ റെഡിയായി തിളച്ച് ഒരു ചെറിയൊരു കുറുകി വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ വെന്ത് വരട്ടെ ഇതിലേട്ടാ, നല്ല വറ്റി കുറുകി വരട്ടെ. അതുവരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. തീ ഇപ്പോഴും നമ്മൾ ആ മീഡിയം ലെവൽ തന്നെ വെച്ചിരിക്കണത് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണേ, തീ കൂട്ടി വെക്കരുതേ. അപ്പോൾ നമ്മുടെ തേങ്ങ വെന്ത് റെഡിയായി വരട്ടെ കേട്ടോ. ഇടയ്ക്കൊന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഒത്തിരി വെള്ളം പോലെ ഇരിക്കണത് ഇനി തേങ്ങ ഇതിൽ വറ്റി നല്ല കുറുകിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് ആ റവ വറുത്തതുണ്ടല്ലോ ഒരു പാത്രത്തിൽ മാറ്റിയത്, ആ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തീ കുറച്ച് വയ്ക്കണം കേട്ടോ. ഈ സമയത്ത് റവ ഇട്ടുകൊടുത്ത് ഒന്നുകൂടി തീ ഒന്ന് കുറച്ച് വയ്ക്കാൻ നോക്കണേ. മീഡിയം ലെവലിലും താഴെ തീ വെച്ചാൽ മതിയാവും. ഇനി ഈ റവ നല്ലതുപോലെ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എൻ്റെ അമ്മോ, ഇപ്പം തന്നെ എന്താ ഒരു മണം എന്നറിയോ. അപ്പോൾ അതൊക്കെ യോജിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞോ, പാൽ ഒരു 1/2 കപ്പ് പാല് നല്ലതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ വെട്ടിത്തിളച്ച് വരുന്ന വരെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് ഇന്ന് നമുക്കിതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയായി എല്ലാവിടെയും നല്ലതുപോലെ യോജിച്ച് റെഡിയായി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ആ പാത്രത്തിലേക്ക് നല്ല ചൂട് പാൽ, ഒരു 1/2 കപ്പാണ് നമ്മൾ ചൂടാക്കാൻ വെച്ചത്. അത് നല്ല ചൂടായി വെട്ടി തിളച്ച് വന്നപ്പോൾ നമുക്ക് ആ റവ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് കൊണ്ട് ഇളക്കിയാൽ മതിയാവും. കൈ വെച്ചിട്ടായാൽ നല്ല പൊള്ളു കേട്ടോ. അത് പ്രത്യേകം പറയുന്നു ഞാൻ. നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തത്, നിങ്ങൾക്ക് മുന്തിരി വേണ്ടെങ്കിൽ ഇടണ്ട, മുന്തിരി ഇഷ്ടമാണെന്നുള്ളവർ ഇടാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക മണം കൂടി ഉണ്ടാവും, രുചിയും കൂടും. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാവിടെയും ആവുന്നത് പോലെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുക.
ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളാക്കി എടുക്കാം. ഏകദേശം ഇത്ര വലുപ്പം എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉരുളാക്കി എടുത്താൽ നമ്മുടെ നല്ല റവ ലഡു നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും നല്ല മണവും ഒക്കെ ഉള്ള നല്ല അടിപൊളി റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ വെക്കാം, എടുത്ത് ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. പിന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.